ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ കുട്ടിക്കാനത്താണ്. ഞങ്ങൾ തോട്ടം ഫാം സ്റ്റേ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഒരു ദിവസത്തെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ്. ഞങ്ങൾ 3 ഫാമിലി ഉണ്ട്. ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് നാളെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവും. അപ്പം ഞങ്ങൾ വരുന്ന വഴിക്കുള്ള കുറച്ച് വീഡിയോ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. ഇനി ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ അവിടെ ചെന്നിട്ടുള്ളത് കാണിച്ചു തരാം. ഒരു 11 കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടത് തന്നെ. കാരണം അന്ന് രാവിലെ വരെ മോന് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് പോകുന്നത്. അത് കാരണം കൊണ്ട് ഒരു ലഞ്ച് ടൈം ആയപ്പോൾ തന്നെ ഞങ്ങൾ പോരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി. ഷാൻചേട്ടൻ അന്ന് ഞങ്ങളുടെ കൂടെ രാവിലെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഷാൻചേട്ടൻ അന്നൊരു പടത്തിൻ്റെ പ്രൊമോഷൻ ഷൂട്ടുമായിട്ട് അവിടെ എറണാകുളത്ത് നിൽക്കേണ്ടി വന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് അന്ന് വൈകുന്നേരമാണ് ഷാൻചേട്ടൻ ഞങ്ങളുടെ ഒപ്പം അങ്ങ് വന്ന് ജോയിൻ ആയത്. അല്ല 1:45 ആയപ്പോൾ നമ്മളിവിടെ കുറവലങ്ങാട് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് നിർത്തി. ഞാൻ ഊണാണ് പറഞ്ഞത്. ഇത് ഇത്രയും കറികളൊക്കെ ഉണ്ടായിരുന്നു. അതായത് രസം, കൂട്ടുകറി, അവിയൽ, അച്ചാറ്, പായസം, ഇത് ഫിഷ് കറിയാണ്, മോര്, ഇതെന്തോ തക്കാളിക്കറിയാണ്, സാമ്പാർ, ഫിഷ് ഫ്രൈ, ഇതെല്ലാം കൂട്ടി അടിപൊളി ഊണാണ്. അവരെല്ലാവരും ഇതാ ഇത്രയും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാവച്ചി എന്നാ മേടിച്ചേ? അവിടുന്ന് കുറേ സ്നാക്സും സാധനങ്ങളും എല്ലാം മേടിച്ച് പിള്ളേരെ എല്ലാം വേഗം വണ്ടിക്കകത്ത് കയറ്റി ഞങ്ങൾ പിന്നെ അവിടുന്ന് വേഗം വിട്ടു കേട്ടോ. പിന്നെ ഞാൻ ഇൻട്രോ പറഞ്ഞത് ഈ തോട്ടം ഫാം സ്റ്റേയുടെ തന്നെ മറ്റൊരു പ്രോപ്പർട്ടിയായ അജിൻകോട്ട് എന്ന് പറയുന്ന അവരുടെ വേറൊരു പ്രോപ്പർട്ടിയാണ്. അവിടെ നിന്നിട്ടാണ് കേട്ടോ ഞാൻ ഇൻട്രോ പറഞ്ഞത്. നമ്മളുടെ വണ്ടിയും കാര്യങ്ങളും എല്ലാം അവിടെ പാർക്ക് ചെയ്തിട്ട് അവർ നമ്മളെ ജീപ്പിൽ ഇവരുടെ സ്റ്റേ നമുക്ക് ഉണ്ടായിരുന്ന സ്ഥലം, അതായത് നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന തോട്ടം ഫാം സ്റ്റേ എന്ന് പറയുന്ന അവരുടെ പ്രോപ്പർട്ടിയിലോട്ട് നമ്മളെ ജീപ്പിലാണ് കൊണ്ടുപോയത്. അതിൽ അവരുടെ ജീപ്പിൽ പിള്ളേരെല്ലാം കയറി നമ്മൾ കുറച്ച് പേര് നമ്മളുടെ ഒരു വണ്ടിയിൽ നമ്മളും പോയി. അങ്ങനെയാണ് അങ്ങോട്ട് പോയത്. പോകുന്ന വഴിക്കെല്ലാം നിറയെ ഏലവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, കൃഷിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് പറയുക, കാണാനും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നല്ല തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയായിരുന്നു നമ്മളെ കൊണ്ടുപോയതും ഒക്കെ. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. പിന്നെ ഈ ഒരു ടൈമായ കാരണം കൊണ്ട് നല്ല ചെറിയ ചെറിയ സ്ട്രീമും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക്. അധികം വെള്ളവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ക്ലൈമറ്റ് ഭയങ്കര ഭംഗിയായിരുന്നു, കണ്ടില്ലേ. പിന്നെ വഴി കുറച്ചൊരു ഓഫ് റോഡ് പോലത്തെ വഴിയും കാര്യങ്ങളും ആയിരുന്നു. കുലുങ്ങി 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 മൊത്തം നല്ല രസമായിരുന്നു പോക്ക്. മൊത്തം ഒരു ഓഫ് റോഡ് പോക്കായിരുന്നു മൊത്തത്തിൽ. കുറച്ചൊരു ഏരിയ, ഒരു 10 to 15 മിനിറ്റ്സ് അവിടെ നിന്ന് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ആ പ്രോപ്പർട്ടി വരെ നമുക്കൊരു ഓഫ് റോഡ് പോലെ നമുക്ക് കിട്ടും. അങ്ങനെ
അങ്ങനെ നമ്മളിവിടെ എത്തി. അയ്യോ അതെ, നല്ല ഹൈഡ്രേഞ്ചിയൊക്കെ ഉണ്ട് ഇവിടെ. സൂപ്പറായിട്ട് ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ. നല്ല ക്ലൈമറ്റാണ്. Is that real? What's real? നമുക്ക് കുടിക്കാനായിട്ട് കട്ടനൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഗുഡ് ഈവനിങ്. ഈ ചേച്ചിയാണ്. ഇതിനകത്ത് എന്നാ സിനമണോ ഇട്ടേക്കുന്നത്? ഇതിനകത്ത് എന്താ? സിനമൺ. ആ, അങ്ങനെ ഇതാണ് ഞങ്ങളുടെ റൂം. ഈവനിങ് ഒരു 5 o'clock ഒക്കെ ആയിട്ടോ ഞങ്ങളിവിടെ എത്തിയപ്പം. അപ്പം റൂം കാണിച്ചു തരാം. ഇതാണ് റൂമിൻ്റെ എൻട്രൻസ്. ഇതാണ് ലഗേജൊക്കെ വെക്കുന്ന റാക്ക്. പിന്നെ ഇത് നമ്മളുടെ എന്താണ് പറയുക, ഒരു വാർഡ്രോബ്, ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ സൗണ്ട് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമ്പം ബാത്റൂം ഉണ്ട്. ഇങ്ങനെ ഗ്ലാസ് കാര്യങ്ങളായിട്ട് ഓപ്പൺ ആണ്. നല്ല ടീ പ്ലാന്റ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പം തന്നെ നല്ല ക്ലൈമറ്റും ആണ്, നല്ല കാറ്റും ഉണ്ട്. സാധാരണ വേണ്ട എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല നീറ്റും ഇതൊക്കെയാണ് കേട്ടോ. വുഡിൻ്റെ ഇതുകളാണ് കൂടുതലും കേട്ടോ. ഫ്രെയിം കാര്യങ്ങൾ, ഈ വാതിലും കാര്യങ്ങളും എല്ലാം വുഡിൻ്റെയാണ് അധികം. ടൈല് കാര്യങ്ങളെല്ലാം ഈ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കിങ് സൈസ് ബെഡും ഇതൊക്കെയാണ്. വലിയ റൂമാണ്, ഭയങ്കര വലിയ റൂമാണ്. പിന്നെ ഏറ്റവും വലിയ അട്രാക്റ്റീവായിട്ടുള്ളത് ഇതിൻ്റെ ഇത് ഇങ്ങനെ ഓപ്പണാണ് കംപ്ലീറ്റ്. റൂം എനിക്ക് ഒത്തിരി ഇഷ്ടമായി, നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല തണുപ്പാണ്, നല്ല സുഖമായിട്ടുള്ള ക്ലൈമറ്റാണ് ഇപ്പോഴത്തെ ഈ ടൈമിൽ. അടിപൊളി റൂം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പം ഇതാണ് റൂം. ബാക്കി വിശേഷങ്ങൾ വഴിയെ പറയാം. ഈ പ്രോപ്പർട്ടിയുടെ ഓരോ കോർണറിലും എനിക്ക് തോന്നുന്നു പല പല ഏരിയകളിലും നമുക്കിരുന്ന് റിലാക്സ് ചെയ്യാനും ബുക്സ് വായിക്കാനും നമുക്കിപ്പോൾ വർക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഒക്കെ പറ്റുന്ന ഓരോ സ്ഥലങ്ങളും അവർ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നടക്കാനാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഏലത്തിൻ്റെ കൃഷി ചെയ്യുന്ന ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കണമെങ്കിലോ അല്ലെങ്കിൽ ടീ പ്ലാന്റ്സിൻ്റെ ഇടയിൽ കൂടെ നടക്കാനാണെന്നുണ്ടെങ്കിലും ഒക്കെ അവർ വാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വാക്ക് ചെയ്ത് പോകാം. നമുക്ക് അതിനുള്ള ഇതുമാതിരി അവർ അതിൻ്റെ അകത്തവിടെ നമുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ടീയോ കോഫിയോ സ്നാക്സോ ഒക്കെ ഇതിൻ്റെ ഇടയിൽ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പും കാര്യങ്ങളും എല്ലാം അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പഴയ ഹെറിറ്റേജ് രീതിയിലുള്ള ഒരു തറവാട് രീതിയിലുള്ള ഒരു വീടും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ ഇടയിൽ അവർ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ ആ വീട് വേണമെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കുട്ടികളൊന്നും കാണാത്ത രീതിയിൽ പഴയ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ താമസിച്ചിരുന്നത് ഇങ്ങനത്തെ വീടുകളിലാണെന്ന് നമുക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാം. ഇപ്പോഴത്തെ കുട്ടികൾ കാണാത്ത ടൈപ്പ് വീടുകളാണ് ഇങ്ങനത്തെ വീടുകളൊക്കെ. അപ്പൂപ്പനും അമ്മൂമ്മമാരൊക്കെ താമസിച്ചിരുന്നത് ഇങ്ങനത്തെ വീടുകളാണെന്നൊക്കെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം.
ഇത് കണ്ടോ, ഏലം ഇവിടെ ഫുള്ള് ഏലത്തിന്റെ കൃഷിയാണ്. ഇവിടെ ഫുള്ള് ഏലം പൂത്ത് തുടങ്ങി, റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവരുടെ പൂളിന്റെ ഏരിയയും കാര്യങ്ങളും എല്ലാം എന്താ ഈ ഭാഗത്തായിട്ടാട്ടോ. ചായയും കാപ്പിയൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്ട്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോണം മോനെ, അങ്ങോട്ട് പോയി താഴ്ത്തോട്ടാണ്. ചായ ചായ ഡിനി ചായ. 4 chai. ബാ 4 chai and 1 coffee. വെള്ളം കുറവാന്ന് തോന്നുന്നല്ലേ ഇതില്. ഇതാണ്ടോ, ണ്ടേ ഇതിന്റെ അടുത്ത് തന്നെ ചായക്കടയുണ്ട്. है अनसुनी वो बात क्या है बता मितवा कहे धड़कने तुझसे क्या मितवा मुझसे तो ना छुपा जो है ഡിന്നറ് ഇവിടെ സാലഡ്, മയോണൈസ്, പിന്നെ അതെ റൊട്ടി, പിന്നെ ബാർബിക്യൂ. നമ്മളിവിടെ ബാർബിക്യൂ ചെയ്താണ്. സാലഡ് ഒക്കെ നമ്മൾ ഓൾറെഡി തിന്നു തീർക്കും. ഇവിടെ തന്നെ ഇത് പനീർ ടിക്ക എനിക്ക് പറഞ്ഞതാ. ഐ കാൻ ഈറ്റ് നോ ചിക്കൻ. സാലഡൊക്കെ ഞങ്ങൾ കഴിച്ചു തീർത്തു. മയോണൈസ് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഡിന്നറ്, ഇന്നത്തെ നൈറ്റിലെ ഇതുകള്. അപ്പം അടിപൊളിയായിട്ട് നടക്കണു. അപ്പം ഇനി നാളെ രാവിലെ കാണാം കേട്ടോ. രാവിലെ ഇറങ്ങുന്നത് ഈ ബാൽക്കണിയിലോട്ട് ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഒരു 8 മണി ഒരു ടൈമാണ്. നല്ല കാറ്റുണ്ട്, ക്ലൈമറ്റ് ഭയങ്കര സുഖമാണ്, നല്ല തണുപ്പും എന്താ പറയുക. ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് ടീ പ്ലാന്റ്സ് ആണ്. നല്ല സുഖമുള്ളൊരു ക്ലൈമറ്റാണ് കേട്ടോ. നമുക്കിവിടെ ഇരിക്കാനായിട്ട് അവർ ചെയർ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്.
ഇതാണ് ഇവരുടെ ഡൈനിങ്ങിൻ്റെ ഒക്കെ ഏരിയ വരുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം ഇവിടെയാണ് കേട്ടോ അത് വരുന്നത്. ഇതിൻ്റെ ഈ ബാക്ക് സൈഡ് നമ്മൾ താമസിക്കുന്നതും എല്ലാം മുകളിലായിരുന്നു. നമുക്ക് താഴെയും റൂം കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് കണ്ടോ കംപ്ലീറ്റ് ടീ പ്ലാന്റ്സ് ആണ്. അതിൻ്റെ താഴോട്ട് കംപ്ലീറ്റ് ഏലമാണ്. ഇതെല്ലാം പൂത്ത് കിടക്കുക കംപ്ലീറ്റ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. മഫിൻസ്, പിന്നെ പാലപ്പം, സ്റ്റൂ, പിന്നെ ഓംപ്ലേറ്റ്, സോസേജ്, പിന്നെ ഇവിടെ നല്ല കട്ട് ഫ്രൂട്ട്സും ജാമ്, ബട്ടർ ഒക്കെ ഉണ്ട്. ഫ്രഷ് ജ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നേ. Why didn't you go with the? You should have been there with us. That's nice. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു 11:30, 12 ഒക്കെ ആയപ്പോഴത്തേനും ഞങ്ങളെല്ലാവരും അവിടുന്ന് ഇറങ്ങി. അതിനുശേഷം ഞങ്ങളവിടെ അടുത്ത് തന്നെ ഒരുപാട് ഫിലിംസിൻ്റെയൊക്കെ ഷൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് സിമിട്രി ഉണ്ടായിരുന്നു. അത് കാണാൻ പോയി. നമ്മളിവിടെ ഒരു ബ്രിട്ടീഷ് സെമിത്തേരിയിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കുട്ടിക്കാനത്ത് ഇവിടെ ഒരുപാട് ഫിലിമിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു കുതിരേനെയും പിന്നെന്താണ് ഒരു മനുഷ്യനെയൊക്കെ ഒരുമിച്ച് എന്താ എന്ത് പറയൂ കേക്കട്ടെ കേക്കട്ടെ പറഞ്ഞോ അറിവാണ്. ഇത് ബ്രിട്ടീഷുകാരുടെ സെമിത്തേരിയാണിത്. ഇതിപ്പോഴും ബ്രിട്ടീഷുകാരെ മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പൈസ UK അയച്ചു കൊടുക്കുക ചെയ്യുന്നത്. കുതിരേനെ വരെ ഇവിടെ ഇറക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാനിവിടെ മിക്കപ്പോഴും നമ്മുടെ ജോസഫ് അടക്കം കുറെ സിനിമകൾ ഷൂട്ട് ചെയ്യും. അടുത്ത് ഔസേപ്പിന്റെ ഉസിപ്പ് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കും ഞാൻ ഇവിടെ വന്നിരുന്നു. അപ്പം ഇവിടെ ഉണ്ടായിരുന്ന പഴയ കുറച്ചപ്പച്ചന്മാർ ഈ കഥ എന്നോട് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഈ ട്രിപ്പ് വന്നപ്പോൾ കുരിശൻ പറഞ്ഞപ്പോഴേ പെട്ടെന്ന് ഞാൻ ഓർത്തത് ഒരു കുതിരയെ അവര് എല്ലാ ഇതോടും കൂടി ഇവിടെ അടക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു അപ്പച്ചൻ പറയുന്നത് സത്യമാണെന്ന് പറഞ്ഞുകൂടാ. രാത്രിയാകുമ്പോൾ ഈ കുതിരയും പഴയ ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകളൊക്കെ രാത്രി വന്നിട്ട് അപ്പച്ചനോട് സംസാരിക്കുന്നൊക്കെയാ പറയുന്നത്. കുതിരയുടെ കുളമ്പടി കേൾക്കും എന്നൊക്കെ പറയുന്നു. പറഞ്ഞുകൂടാ. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ.
സെമിട്രിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം കൈലാസഗിരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് പിന്നെ ഞങ്ങൾ പോയത്. ഒരു മണിക്കൂർ ഡ്രൈവൊക്കെ അങ്ങോട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊരു 3 കാറിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഓഫ് റോഡാണ് കൂടുതലും അങ്ങോട്ട് ഉണ്ടായിരുന്നത് ഡ്രൈവ് ചെയ്യാനായിട്ട്. ഓഫ് റോഡ് ഡ്രൈവിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതെന്തായാലും ഇഷ്ടപ്പെടും. അങ്ങോട്ടുള്ള ഡ്രൈവിങ് ഭയങ്കര രസമായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. വ്യൂ ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അപാര വ്യൂ ആയിരുന്നു. ഓൾമോസ്റ്റ് അതിൻ്റെ അറ്റം വരെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വ്യൂ പോയിൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അവിടെ എല്ലാം പോയി ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളെല്ലാം കുറേ എടുത്തു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് പിന്നെ അതുവഴി പിന്നെ ഞങ്ങൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തില്ല. ക്ലൈമറ്റൊക്കെ നല്ലതായിരുന്നു കേട്ടോ, നല്ല തണുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എറണാകുളത്തോട്ട് അധികം താമസിക്കാതെ തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.